സിനിമാസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. ഇന്ത്യയിലെ ആദ്യത്തെ മാഗ്നോവ സ്ക്രീൻ കേരളത്തിൽ എറണാകുളത്ത് കാക്കനാട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസിന്റെ 50ാമത്തെ സ്ക്രീനായി ചിങ്ങം 1 ഓഗസ്റ്റ് 17 ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. എറണാകുളത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐമാക്സിനും PVR PXL സ്ക്രീനിന് ശേഷം വരുന്ന 3ാമത്തെ പ്രീമിയം ലാർജ് ഫോർമാറ്റ് PLF സ്ക്രീനാണ് ഈ മാഗ്നോവ സ്ക്രീൻ. എന്താണ് PLF, എന്താണ് മാഗ്നോവ സ്ക്രീൻ, എന്താണ് ട്രാൻസ്പെറൻറ്റ് LED തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു സിനിമയും ഞാനും. ഈ ചാനലിൽ വരുന്ന വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, ഞാൻ ഡയറക്റ്റ് ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന തിയേറ്ററെ കുറിച്ച് മാത്രമേ ഇവിടെ സംസാരിക്കാറുള്ളൂ. ഈ മാഗ്നോവ സ്ക്രീൻ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് വീഡിയോ അല്ല. ഇത് ഓപ്പൺ ആയതിനു ശേഷം, അതായത് ഓഗസ്റ്റ് 17 ഇതിൻ്റെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു സിനിമ കണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ സെപ്പറേറ്റ് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എന്താണ് ഈ ട്രാൻസ്പെറൻറ്റ് LED, എന്താണ് PLF, എന്താണ് മാഗ്നോവ സ്ക്രീൻ, എന്താണ് UFO സിനി സൊല്യൂഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഭൂരിഭാഗവും. പക്ഷേ ഈ വീഡിയോ ഒരു ലേമാൻ ലാംഗ്വേജിൽ തുടങ്ങാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ എന്താണ് പ്രീമിയം ലാർജ് ഫോർമാറ്റ്, ഈ ടോപ്പിക്കിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഐമാക്സ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, ടിക്കറ്റ് റേറ്റ് മാത്രമല്ല, ഈ ഒരു IMAX സ്ക്രീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. 1.90:1 അതാണ് ഐമാക്സിൻ്റെ ആസ്പെക്ട് റേഷ്യോ. അതായത് ഡിജിറ്റൽ ഐമാക്സിൻ്റെ 1.45 ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട. ഐമാക്സിനെ കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇടേണ്ടി വരും. നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. പല യൂട്യൂബേഴ്സും ഐമാക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഐമാക്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ഐമാക്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഐമാക്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഐമാക്സിൻ്റെ 1.90:1 എന്നുള്ളത് ഒരു പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് റേഷ്യോ ആണ്. അപ്പോൾ ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ ഇറക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഐമാക്സ് വളരെ എക്സ്പെൻസീവ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ബ്രാൻഡുകൾക്ക് ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീൻ വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ, ഇപ്പോൾ PVR ആണെന്നുണ്ടെങ്കിൽ അവരുടെ PXL, നമ്മുടെ കൊച്ചിയിലുള്ള PXL എന്ന് പറയുന്നത് അത് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ആണ്. 1.85:1 ആണ്. ഫ്ലാറ്റിൽ മാത്രമല്ല സ്കോപ്പിലും PXL സ്ക്രീൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ ക്യൂബാണ് എപ്പിക് സ്ക്രീൻസ്. ഇപ്പോൾ കോഴിക്കോടും തൃശ്ശൂരും ഉള്ള എപ്പിക് സ്ക്രീൻസ് ക്യൂബിൻ്റെ ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് ആണ്. ഈ ഗ്ലോബലി ഉള്ള ബാക്കിയുള്ള പ്രീമിയം ലാർജ് ഫോർമാറ്റുകളെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ 4DX സ്ക്രീനുകൾ. 4DX സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഉണ്ട്. ലുലു മാളിൽ 4DX സ്ക്രീനുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4DX എന്താണെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ MX4D എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതുകൂടാതെ ScreenX ഉണ്ട്. ഈ സ്പൈഡർമാൻ, ഈ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള സ്പൈഡർമാൻസ് ഈ ScreenXന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഫൂട്ടേജ് ഉള്ള സിനിമയാണ്. അപ്പോൾ ScreenX കാണുകയാണെന്നുണ്ടെങ്കിൽ, സ്പൈഡർമാനെ കാണുന്നുണ്ടെങ്കിൽ ഒരു വാവ് ഫാക്ടർ കിട്ടും. നമ്മുടെ ഈ ചാനലിൽ തന്നെ ScreenXൽ ഞാൻ ജുറാസിക് വേൾഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും സൂപ്പർമാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതൊക്കെയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം. പിന്നെയുള്ളൊരു പ്രീമിയം ലാർജ് ഫോർമാറ്റാണ് ഡോൾബി സിനിമ. ഇപ്പോൾ ഡോൾബി സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു 3D സിനിമയാണെന്നുണ്ടെങ്കിൽ ഡോൾബി സിനിമയുടെ ടോപ്പിൽ വേറെ ഒന്നുമില്ല. നമ്പർ 1 എന്ന് പറയുന്നത് ഡോൾബി സിനിമയാണ്. ഡോൾബി 3D ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പൂനെയിൽ പോയിട്ടുള്ള ഡോൾബി സിനിമ എക്സ്പീരിയൻസ് ഉള്ള ഫാന്റാസ്റ്റിക് ഫോർ ഒരു വർഷമായി, കഴിഞ്ഞ ജൂലൈയിലാണ് പോയത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഡോൾബി സിനിമ എന്നുള്ളതൊക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഈ PLF എന്ന് പറയുന്നത്. ഒരു സന്തോഷ വാർത്ത ഉള്ളതെന്ന് വെച്ചാൽ കേരളത്തിൽ 2 ഡോൾബി സിനിമ വരുന്നുണ്ട്. ഒന്ന് കൊച്ചിയിലാണ്, EVM ഓണത്തിന് ഓപ്പൺ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കൺഫേം ന്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഉള്ളത് കണ്ണൂരുള്ള ഉള്ളിക്കൽ എന്നുള്ള സ്ഥലത്ത്, ഉള്ളിക്കൽ ചുള്ളിക്കൽ, ഈ 2 സ്ഥലത്താണ് ഡോൾബി സിനിമ വരുന്നത്. PVR ഐനോക്സ് അവർ അക്വയർ ചെയ്തപ്പോൾ ബിഗ് പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു PLF ഫോർമാറ്റ് അവർക്കുണ്ട്. അതുകൂടാതെ ഐസ് എന്ന് പറയുന്ന ICE എന്ന് പറഞ്ഞൊരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് ഉണ്ട്. ആക്ച്വലി അത് വലിയ സംഭവമൊന്നുമല്ല. ഐസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. സാം ബഹാദൂർ എന്ന് പറഞ്ഞൊരു സിനിമയാണ് കണ്ടത്. ഞാൻ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഐസ് എന്ന് പറയുന്ന അത്ര സക്സസ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് അല്ല. എപ്പിക് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു വലിയ സക്സസ് ആയി മാറിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെയാണ് എപ്പിക്കിൻ്റെ ഒരു സാമീപ്യം ഉള്ളത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഇന്ത്യ മൊത്തത്തിൽ ആ ഒരു എപ്പിക്കിൻ്റെതായിട്ടുള്ള ഒരു വിപ്ലവം തന്നെ ഉണ്ടാകും. കാരണം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രീമിയം ലാർജ് ഫോർമാറ്റാണ് എപ്പിക്. പിന്നെ തിയേറ്ററുകളുടെ ക്യാപിറ്റൽ എന്ന് ഞാൻ കണക്കാക്കുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രീമിയം ലാർജ് ഫോർമാറ്റുകളുടെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ എത്തുന്ന പോലെയാണ്. അവിടെയാണ് പ്രസാദ് PCX ഉള്ളത്. ആക്ച്വലി നമ്മുടെ 1.45:1 ഒരു IMAX സ്ക്രീൻ ആയിരുന്നു ആക്ച്വലി ഈ പ്രസാദ് എന്ന് പറയുന്നത്. അവരിപ്പോൾ നിലവിൽ PCX, പ്രസാദ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള അവരുടേതായിട്ടുള്ള ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റിൽ ഇന്ത്യയിൽ 100 അടി വീതിയുള്ള
60 അടി ഹൈറ്റുള്ള ഒരു കിഡിലൻ സ്ക്രീനാണ് PCX. നിങ്ങളൊരു സിനിമ ലവർ ആണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് പോവുക. PCXൽ ഒരു പടം കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നഷ്ടം 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 എന്നേ പറയാനുള്ളൂ. നമ്മുടെ ഈ ചാനലിൽ PCXന്റെ ഒരു വീഡിയോ കാണാം, പക്ഷേ അതെനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഡ്രാഫ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. PCXന്റെ ഒരു പുതിയ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. പിന്നെ HDR by Barco, ബാർക്കോയുടെ ഏറ്റവും ടോപ്പ് എൻഡ് പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള HDR by Barco 3 തിയേറ്ററുകളാണ് നിലവിൽ ഇന്ത്യയിലുള്ളൂ. ഇത് 3ഉം ഈ പറഞ്ഞ ഹൈദരാബാദിൽ 2 ഉണ്ട്. ഒരെണ്ണം സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോ ആണ്, ഒരെണ്ണം ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ആണ്. പിന്നെ മൂന്നാമത്തേത് ശ്രീ മെലഡി ആണ്. അതും ആക്ച്വലി ഞാൻ പറഞ്ഞ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ തെലങ്കാന ആന്ധ്രാപ്രദേശിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിട്ടുണ്ട് HDR by Barco എന്ന് പറയുന്ന ഈ 3 സ്ക്രീനുകളും. ഇതിൽ AMB സിനിമാസിന്റെ ആ ഒരു സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോ വരുന്ന HDR by Barco അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അതുകൂടാതെ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലുള്ള പ്രസാദ് PCXൽ, അതായത് ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള അവരുടെ ഒരു സ്ക്രീൻ ആയിട്ടുള്ള ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ വരുന്ന HDR by Barco അതിന്റെ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഒരുപാട് തിയേറ്റർ കോണ്ടന്റ് ഉണ്ട്, പക്ഷേ ഇതെല്ലാം കൂടി അങ്ങ് ഇടാനായിട്ടുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, ഉറപ്പായിട്ടും ഈ പറയുന്നതെല്ലാം ബാക്ക് ടു ബാക്ക് വരുന്നതായിരിക്കും. പിന്നെ സാംസങ് LED സ്ക്രീനുള്ള ഓണിക്സ് സ്ക്രീനുകളുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂബിന്റെ എപ്പിക്കിന്റെ LED സ്ക്രീനിനെ എപ്പിക് ലക്സോൺ എന്നാണ് പറയുന്നത്. ഹൈദരാബാദ് AAA, അതായത് അല്ലു അർജുൻ ഏഷ്യൻ സിനിമാസ്, അതിൻ്റെയാണ് AAA സിനിമാസിന്റെ എപ്പിക് ലക്സോൺ തിയേറ്ററിൽ ഞാൻ മൈക്കിൾ എന്ന് പറയുന്ന സിനിമയും പിന്നെ S സരസ്വതി എന്ന് പറയുന്ന ഒരു തെലുങ്കോടൊക്കെ ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഞാൻ ഈ മൈക്കിൾ എന്ന് പറയുന്ന സിനിമ 8 തവണയാണ് കണ്ടത്. ഹൈദരാബാദിൽ പോയിട്ടുള്ള എല്ലാ ഫോർമാറ്റിലും, അതായത് ഞാൻ ആദ്യം കണ്ടത് ഡോബി സിനിമയിലായിരുന്നു, പിന്നീട് ഞാൻ എപ്പിക്കിൽ കണ്ടു, അത് കഴിഞ്ഞിട്ട് എപ്പിക് ലക്സോണിൽ കണ്ടു, അത് കഴിഞ്ഞ് HDR by Barcoയിൽ കണ്ടു, അത് കഴിഞ്ഞിട്ട് 4DXൽ കണ്ടു, PXL കണ്ടു, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ IMAXൽ കണ്ടു. ഇത്ര ഫോർമാറ്റുകളിലൊക്കെ ഞാൻ ഈ സിനിമ കണ്ടിട്ടും എനിക്ക് ഏറ്റവും ഇമേഴ്സീവ് ആയിട്ടുള്ള കിഡിലൻ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എപ്പിക് ലക്സോൺ ആണ്. എപ്പിക് ലക്സോൺ എന്ന് പറയുന്നത് ഒരു LED സ്ക്രീനാണ്. AAA സിനിമാസിൽ എപ്പിക് ലക്സോൺ സ്ക്രീനിൽ നിങ്ങളൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല. കാരണം അത്രയ്ക്കധികം ക്ലാരിറ്റി ഉള്ള ഇമേജ്, കാരണം പ്രൊജക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഈ ക്ലാരിറ്റിയിൽ നിങ്ങൾ വേറെ എവിടെയും സിനിമ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ അവിടുത്തെ ഡോൾബി അറ്റ്മോസ്, അത് എന്ത് കാലിബ്രേഷൻ ആണെന്ന് എനിക്കറിയില്ല. ഇത്രയും കിട്ടില്ല ഡോൾബി അറ്റ്മോസ് ഞാൻ വേറെ എവിടെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ ആ തിയേറ്ററിൽ വൺസ് പോവുകയാണെങ്കിൽ, ഹൈദരാബാദ് വരെ പോവുകയാണെങ്കിൽ AAA സിനിമാസ് പെട്ടെന്ന് എത്താൻ പറ്റുന്നതാണ്, അമീർപേട്ടിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാരിറ്റി, അവിടുത്തെ സൗണ്ട് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. വേറെ ഒന്നും പറയാനില്ല. LED സ്ക്രീനിൽ സിനിമ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ എറണാകുളത്ത്, കാക്കനാട് ഇന്ത്യയിലെ ആദ്യത്തെ മാഗ്നോവ സ്ക്രീൻ എത്തുന്നത്. മാഗ്നോവ എന്ന് പറയുന്ന UFOയുടെ ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് ആണ്. LED സ്ക്രീൻ തന്നെയാണ് ഇത്. ചൈനീസ് കമ്പനി ആയിട്ടുള്ള സിനിറ്റി എന്ന് പറയുന്ന പ്രീമിയം ലാർജ് ഫോർമാറ്റ് ചൈനയിലെ ഒരു സംരംഭമാണ്. അവരും LED എന്ന് പറയുന്ന ഇവരും കൂടിയുള്ളൊരു സംയുക്തമായിട്ടുള്ളൊരു സംരംഭമാണ് ഈ പറയുന്ന മാഗ്നോവ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മാഗ്നോവ സ്ക്രീൻ ലക്കിലി നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ മാഗ്നോവ ട്രാൻസ്പെറൻറ്റ് LED എന്ന് പറയുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ അല്ലു അർജുൻ്റെ, അതായത് AAA സിനിമാസിലുള്ള LED സ്ക്രീനിന്റെ ഫുട്ടേജസ് ഞാൻ ഇടുക. ഈ സ്ക്രീൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ LED സ്ക്രീൻ ആണല്ലോ. LED സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ബാക്കി നമ്മളെ തിയേറ്റർ സ്ക്രീനിന്റെ ഒക്കെ പുറകിൽ വെക്കുന്ന പോലെ സ്പീക്കേഴ്സോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല. ഈ സ്ക്രീൻ ഒരു ഡോൾബി അറ്റ്മോസ് സ്ക്രീൻ ആണ്. സൗണ്ടിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, കിഡിലൻ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ LED സ്ക്രീൻ എന്ന് പറയുന്നത് അതിന്റെ പുറകിൽ സ്പീക്കേഴ്സോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരിതിൽ ട്രാൻസ്പെറന്റ് LED എന്ന് ഉദ്ദേശിക്കുന്നത് അക്കോസ്റ്റിക് ട്രാൻസ്പെറന്റ് ആണ്. അതായത് നിലവിലെ LED സ്ക്രീനിന്റെ പുറകിൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പുതിയ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഈ ചെറിയ ഹോളുകളൊക്കെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പുറകിൽ സ്പീക്കർ വെക്കാൻ പറ്റും. ഈ സ്പീക്കറിന്റെ ശബ്ദം ഈ ചെറിയ ഹോളുകളിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെയുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അക്കോസ്റ്റിക് ട്രാൻസ്പെറന്റ് LED എന്നാണ് ആക്ച്വലി ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ട്രാൻസ്പെറന്റ് LED എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അപ്പുറം കാണാൻ പറ്റുമെന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അക്കോസ്റ്റിക് ട്രാൻസ്പെറന്റ് LED എന്നാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ഏറ്റവും പുതിയൊരു ടെക്നോളജി, അത് LED, സിനിറ്റി ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് മാജിക് ഫ്രെയിംസിലേക്ക് കൂടെ എത്തുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു PLF UFOയുടെ പ്രീമിയം ലാർജ് ഫോർമായിട്ടുള്ള മാഗ്നോവ സ്ക്രീൻ എന്നുള്ള ഒരു ബ്രാൻഡിങ്ങിൽ ഒരു സംരംഭം നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തേത് കേരളത്തിൽ എറണാകുളത്ത് കാക്കനാട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, എൻ്റെ വീടും തമ്മിൽ ഒരു 3-3.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനിക്കാനുള്ള ഒരു വകയാണ്. കാരണം ആദ്യത്തെ ട്രാൻസ്പെറൻറ്റ് LED ആണ് നമുക്കിവിടെ എത്തിയിരിക്കുന്നത്.
ആക്ച്വലി UFO സിനി സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു കിഡിലൻ സെറ്റപ്പാണ്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്കുള്ള ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു 2K സിനോൺ പ്രൊജക്ഷൻ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അത് 2K ലേസർ കിറ്റ്, അതായത് 2K ലേസറിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്ത് തരും. ഈ പ്രൊജക്ടർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ UFO ആണെന്നുണ്ടെങ്കിലും GDC ആണെന്നുണ്ടെങ്കിലും പ്രസാദൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തിയേറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരുടെ മാഗ്നോവ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റാണ്. ഒരു വലിയ സക്സസ് ആയി മാറട്ടെ. അപ്പോൾ എന്താണ് PLF എന്നുള്ള കാര്യം, പിന്നെ എന്താണ് ഈ പറയുന്ന ട്രാൻസ്പെറൻറ്റ് LED എന്നുള്ളതും, എന്താണ് മാഗ്നോവ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന സ്ക്രീൻ ഇത് തിങ്കളാഴ്ച ഓഗസ്റ്റ് 17-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം അവിടെ സ്ക്രീനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ചാനലിൽ വരുന്ന യൂഷ്വൽ വീഡിയോ പോലെ തന്നെ അവിടെ കണ്ട് സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള തിയേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.